ഹലോ ഗൈസ്, ഞാൻ നല്ല കൊടും വനത്തിനുള്ളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല സൈലൻസ് ആയതുകൊണ്ട് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയത്. നല്ലൊരു സ്ഥലമല്ലേ, നോക്കി എങ്ങനെയുണ്ട്, നല്ല പുഴയൊക്കെ ഒഴുകുന്നുണ്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ, നമ്മൾ ചെറുവള്ളി എസ്റ്റേറ്റ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അതായത് തേയിലത്തോട്ടം പോലെ തന്നെയുള്ള റബ്ബർ തോട്ടം. നമുക്ക് പോയാലോ? നമ്മുടെ ശബരിമല എയർപോർട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നമ്മുടെ ശബരിമല എയർപോർട്ടൊക്കെ വരുന്നെന്ന് പറഞ്ഞ് ഭയങ്കര ചർച്ചകളും വാർത്തകളും ഒക്കെ വന്നിട്ടില്ലായിരുന്നോ? അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക്, ആ ഒരു സ്ഥലം കാണാൻ വേണ്ടിയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ അല്ലേ നമ്മൾ ഡെയിലി കാണുന്നത്. അപ്പം ഇന്ന് നമുക്കതൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. കാരണം നമ്മൾ ഇന്ന് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല റബ്ബർ തോട്ടങ്ങൾ തിങ്ങി വളരുന്ന റബ്ബർ സ്റ്റേറ്റിലേക്കാണ് കേട്ടോ. അപ്പം ആ പറഞ്ഞ സ്ഥലത്ത് ആണ് ഈ എയർപോർട്ടൊക്കെ വരുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഉള്ളതാണോ വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. നല്ല വഴികളാണ് കേട്ടോ. അതായത് പൊന്തൻപുഴ ഭാഗമൊക്കെയാണിത്. പൊന്തൻപുഴ വനമാണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളി റോഡാണ്. റോഡൊക്കെ നല്ല കിടിലൻ റോഡാണ്. നല്ല പറപ്പിച്ച് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ബൈക്കിലൊക്കെ നമുക്ക് നല്ല സ്പീഡിൽ ഓടിച്ചു പോകാൻ പറ്റിയ റോഡാണ്. പക്ഷേ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നേരെ നമുക്ക് റാന്നിക്കാണ്. റാന്നി മണിമല റോഡാണ്. അപ്പം റാന്നിന്ന് നമ്മൾ റാന്നിയല്ല, മണിമല, അത് തന്നെ റാന്നി മണിമല റോഡ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് തിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് പോകുന്നത്. വഴിയൊക്കെ നോക്കി വെച്ചോ. ഇവിടെ നേരെ പോവുക. ഇതിവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ. കാടിനകത്തെ ഫോറസ്റ്റ് ഓഫീസ്. സത്യം പറഞ്ഞാൽ ഇന്ന് മഴ കാണുമെന്ന് കരുതിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷേ ഇന്ന് മഴയില്ലായിരുന്നു. ഇപ്പം 2-3 ദിവസമായിട്ട് മഴയില്ല. മുക്കട കേട്ടോ. ഇതാണ് മുക്കട. ഇതാണ് മുക്കട കേട്ടോ. അപ്പോൾ എന്തായാലും മുക്കടയിൽ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് പോകുന്നത്. മുക്കടയിൽ നിന്ന് ആണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റിലേക്കുള്ള ഒരു എൻട്രി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മഴയൊക്കെ ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ മഴയില്ലായിരുന്നു. രാവിലെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അത് കാരണം നല്ല മഴയൊക്കെ കിട്ടുമായിരിക്കും കരുതിയാണ് പറഞ്ഞത്. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ചെറുവള്ളി എസ്റ്റേറ്റിലേക്കുള്ള റോഡ് തിരിയുന്ന ഇവിടെ നിന്നാണ്. അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന്, റബ്ബർ എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ എഴുതി. അപ്പോൾ ഈ വഴി നേരെ കയറിക്കഴിഞ്ഞാൽ നല്ല റബ്ബർ എസ്റ്റേറ്റിലേക്ക് നമുക്ക് കയറി അങ്ങോട്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നതാണ് റബ്ബർ എസ്റ്റേറ്റിൻ്റെ തുടക്കം. നമുക്ക് ഈ വഴി ഇങ്ങനെ കയറി പോയി കഴിഞ്ഞാൽ ഗൈസ് നല്ല കിടിലൻ റബ്ബർ തോട്ടങ്ങളുടെ കാഴ്ചകൾ കാണാൻ പറ്റും. എങ്ങനെ ഇരിക്കുന്നു നോക്കി. നമ്മൾ ഡെയിലി തേയിലത്തോട്ടങ്ങളും അല്ലേ തേയിലത്തോട്ടങ്ങളും കാടുകളും ഒക്കെ കണ്ട് ഒന്ന് റബ്ബർ തോട്ടം കൂടി പിടിക്കാം. കോട്ടയംകാർക്കൊക്കെ പിന്നെ റബ്ബർ വലിയ അത്ഭുതമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാഴ്ചകളൊന്നും വലിയ എന്നാ പറയുന്നത് പുതുമയൊന്നും ആയിരിക്കത്തില്ല. എന്നാലും ഇത്രയും കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളെ കാഴ്ച കാണുന്നത് തന്നെ പ്രത്യേക ഒരു ഭംഗിയില്ല. ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. വെയിലുള്ള ഭാഗങ്ങളിലൊക്കെ വെയിലുണ്ട്. അല്ലാത്ത നിഴലായിട്ട് ഈ വെട്ടമടിക്കാത്ത ഭാഗത്തൊക്കെ ഭയങ്കര ഇരുട്ടായിട്ടാണ് കിടക്കുന്നത്. ഭയങ്കര തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും 2200 സംതിങ് എങ്ങാണ്ട് ഏക്കറാണ് ഈ ഒരു റബ്ബർ തോട്ടം വരുന്നത് കേട്ടോ. 2260 അങ്ങനെ കണ്ടാണെന്നാണ് തോന്നുന്നത്. അത്ര ഏക്കർ വ്യാപിച്ച് കിടക്കുന്നൊരു റബ്ബർ എസ്റ്റേറ്റാണ് കേട്ടോ. ഫുള്ള് റബ്ബർ മരങ്ങളാണ്. ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഇതിനകത്ത് തേയില നമ്മുടെ എന്നാ പറയുന്നത് കൈത കൃഷി ചെയ്തിട്ടുണ്ട്. കൈത. അപ്പോൾ കൈതയും ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റബ്ബർ, ഈ പ്രായമായ റബ്ബറുണ്ട്, ഈ വെട്ടാറായ റബ്ബറുകളൊക്കെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം തൈ റബ്ബർ വെക്കത്തില്ലേ, ആ സമയത്ത് ആ കൂട്ടത്തിൽ അവർ മറ്റേ സാധനത്തിൻ്റെ പേര് പറഞ്ഞില്ല, കൈതച്ചക്കയും പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ കൈതയും നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഈ സ്ഥലം കണ്ടോ നോക്കി. ഫുൾ റബ്ബർ തോട്ടം. എങ്ങോട്ട് നോക്കിയാലും റബ്ബർ തോട്ടങ്ങളാണ്. റബ്ബറാണ് കേട്ടോ. കൊടും റബ്ബർ. ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. ഇവിടെ ഒരു മനുഷ്യന്മാർ പോലും ഇല്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും എനിക്കതൊക്കെ ഇഷ്ടം.
എല്ലാ വീഡിയോയിലും ഞാനൊരു മനുഷ്യന്മാർ പോലും ഇല്ല, ഭയങ്കര സൈലൻ്റായിട്ട് കിടക്കുന്ന ഏരിയ എന്നൊക്കെ പറയുന്നതേ. ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തപ്പിപ്പിടിച്ചാണ് പോകുന്നത്. എനിക്ക് ഈ സൈലൻ്റായിട്ട് കിടക്കുന്നതും വലിയ ആൾത്തിരക്കുള്ള സ്ഥലങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതൊക്കെ എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ അല്ലേ ഇത്തരത്തിലുള്ളൊരു മൂഡിലായിരിക്കും കേട്ടോ. ഇങ്ങനെ ആളും ബഹളങ്ങളും തിരക്കുകളൊന്നും ഇല്ലാത്ത ഏരിയയിൽ കൂടെയൊക്കെയാണ് സഞ്ചരിക്കാൻ എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ എല്ലാം അത്തരത്തിലുള്ള വീഡിയോകളാണ്. കണ്ട് കയറി നമ്മുടെ പുറകോട്ടുള്ള വീഡിയോസൊക്കെ നോക്കിയാലും മനസ്സിലാകുന്നതായിരിക്കും കേട്ടോ. ഇത് കണ്ടോ, റബ്ബർ തോട്ടത്തിൻ്റെ ഒരു നിഗൂഢത കണ്ടോ, എന്നാ അടിപൊളിയാണ് അല്ലേ. ഇവിടെ നിന്ന് പണികാരോ കാര്യങ്ങളോ ആൾക്കാരെ ഒന്നും കാണാനില്ല ഗൈസ്. ഇവിടെ നിർത്തി 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് പോകാം. കണ്ടോ എന്നാ സൈലൻസ് ആണെന്ന് നോക്കി. ഇവിടെ കിടന്ന് അലറി വിളിച്ചാൽ പോലും ഒരു മനുഷ്യന്മാർ കേൾക്കാനില്ലെന്നുള്ളതാണ്. കണ്ടോ എങ്ങനെയുണ്ട്, പൊളിയല്ലേ. എടാന്നും വിളിച്ചോണ്ട് തോട്ടത്തിൽ നിന്നൊക്കെ ആരെങ്കിലും വെട്ടുകത്തിയൊക്കെ ആയിട്ട് ഓടി വന്ന് വെട്ടാനായിട്ട് വന്നാൽ നമ്മൾ ഓടി രക്ഷപ്പെടാനേ പറ്റുള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ആരും രക്ഷിക്കാനൊന്നും വരത്തില്ല. അപ്പം നമുക്കിത് ഇവിടുന്ന് വണ്ടി എടുത്ത് പോകാം. ഇനിയും ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ ഉള്ളു കേട്ടോ. ഇവിടെ വേറെ വെറൈറ്റി കാഴ്ചകളായിട്ടൊന്നും കാണാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിതുപോലെ 2 സൈഡിലും ഇതുപോലെ റബ്ബർ തോട്ടങ്ങളും ഒക്കെ ഉണ്ടാകത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മറ്റേ കൈതത്തോട്ടങ്ങളും കാണും. പണ്ട് ഇവിടെ തേയിലത്തോട്ടമായിരുന്നെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതിനെപ്പറ്റിയൊന്നും നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇവിടെ തേയിലത്തോട്ടങ്ങളായിരുന്നു. അതിന് ശേഷമാണ് റബ്ബറൊക്കെ വെച്ച് മൊത്തം ആക്കിയതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി ധാരണയില്ല. ആ താഴെ ഒരു പഴയ ട്രാക്ടർ വണ്ടി കിടക്കും. ട്രാക്ടർ ഇവിടെ ഈ റബ്ബർ പാൽ എടുത്തുകൊണ്ട് പോകുന്നതും തോട്ടത്തിനകത്തൂടെയൊക്കെ വലിഞ്ഞു കയറി പോകുന്നതൊക്കെ ഈ വണ്ടിയാണ്. അത് പ്രത്യേക ഒരു രസമാണ് വണ്ടി കാണാനേ. കാണിക്കുക, തോട്ടത്തിൽ ഒരെണ്ണം കിടപ്പുണ്ട്. അങ്ങ് പുറയിലോട്ട് നോക്കി, അവിടെ എല്ലാം ഇതാണേ കൈത കൃഷി ചെയ്തേക്കുക, റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട്. ഇത് പഴയ വണ്ടിയാണ് കേട്ടോ, എടുക്കാതിട്ടേക്കുക. അത് ഉപേക്ഷിച്ച വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. നോക്കി അതിൻ്റെ ഒരു ഷേപ്പൊക്കെ കേട്ടോ. രണ്ട് കണ്ണും ഒരു മൂക്കും. ഇതൊക്കെ പണ്ട് ഞങ്ങൾ ഇതിലെ കൂടെ വരുന്ന സമയത്ത് നമുക്ക് പേടി വരുമായിരുന്നു. ഈ സാധനം ഇതിങ്ങനെ പടപുറ ഭയങ്കര സൗണ്ടല്ലേ ഇതിന്. ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷനായി പോകും. അത് ഈ റബ്ബർ തോട്ടത്തിന് നടുക്കൂടെ. നല്ല രസമുണ്ട്. ഫോട്ടോ എടുത്ത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അതത്രേ ഉള്ളൂ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ആ വണ്ടി കാണാൻ വേണ്ടി കയറിയെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു സംഭവമൊന്നുമില്ല. അപ്പോൾ ആ വണ്ടി എനിക്ക് പോകുന്ന പ്രായമായിട്ട് ഏകദേശം പണിയൊക്കെ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കിവിടുന്ന് മുന്നോട്ട് പോകാവേ. പിന്നെ ഇവിടെ പണ്ട് തേയിലത്തോട്ടമാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. എത്ര ഏക്കറിലാണ് ഇത് കൃഷി ചെയ്യുന്നതെന്നും ഇതിൻ്റെ കമ്പനി ഏതാണെന്നൊക്കെ ഒന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ളതേ ഉള്ളൂ. കറക്റ്റായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഫുള്ള് തേയിലയായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ റബ്ബറൊക്കെ കൃഷി ചെയ്തതെന്നും പണ്ട് സായിപ്പിൻ്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പരിപാടികളാണെന്നൊക്കെ നമുക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇത്രയൊക്കെ ആയത്. എന്നിട്ടും ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുവാണ് കേട്ടോ. റബ്ബർ തോട്ടം, റബ്ബർ കൃഷി തന്നെയാണ് ഇപ്പോഴും. ഇതിനകത്ത് കണ്ട പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. നോക്കി അങ്ങ് ഉള്ളിലാണ് കയറിയിരിക്കുന്ന പള്ളി. അപ്പോൾ ഇതിനകത്ത് തൊഴിലാളികളൊക്കെ ഉണ്ട്. അതായത് ഇവർക്ക് ഇതിനകത്ത് തന്നെ പണിക്കാർക്ക് വേണ്ടി താമസിക്കാനുള്ള ലയങ്ങളും അതുപോലെ തന്നെ വീടുകൾ പോലത്തെ സാധനങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർ ഇവിടം കൊണ്ടൊക്കെ തന്നെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ പള്ളിയും അമ്പലങ്ങളും അതുപോലെ തന്നെ മുസ്ലിം പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ ലയം പോലത്തെ ഇത് ഉണ്ട്. ഇതിനകത്ത് തന്നെ ലയമൊക്കെ ഉണ്ട്. ഓൾറെഡി ഇവർക്ക് ഇവിടെ ജീവിക്കാനും കടകളെ, അതുപോലെ റേഷൻ കടകളെ, പള്ളി, അമ്പലം ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അത് പ്രത്യേകിച്ച് അത് പ്രത്യേകിച്ചൊന്നും അതൊരു നല്ല സംഭവം തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പണ്ടത്തെ പോലെ ഒന്നും ഇപ്പോൾ ഒന്നും ആരും ഇതിനകത്ത് ഇവിടെ താമസിക്കുന്നില്ലെന്നാണ് ഞാൻ അറിയുന്നത്. ഇതുകൊണ്ട് ഒരു അമ്പലം കണ്ടു. നമുക്ക് ഇതിനകത്തൊന്ന് കയറി പോയി നോക്കിയാലോ. നല്ല മൺവഴിയുണ്ട്. റബ്ബർ തോട്ടത്തിനിടയിൽ കൂടെയുള്ള മൺവഴി കണ്ടോ.
ഭയങ്കര ഭീകരതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മനുഷ്യന്മാരില്ല, അതാണ് മെയിൻ പ്രശ്നം. ഒരാളെ പോലും നമുക്ക് കാണാൻ കിട്ടത്തില്ലെന്നുള്ളതാണ്. പുറകിൽ നിന്നൊക്കെ ആരെങ്കിലും കുഴിവെട്ടി എറിഞ്ഞാൽ നമ്മൾ താഴെ കിടക്കും. അതാണ് അവസ്ഥ. ഇത് കേട്ടോ, നോക്കി പിന്നെ മാടന വെറുതെയൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കും, നമ്മളെ ചാത്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കും. നോക്കിയേ, ഭയങ്കര മറ്റേ ഈ ചീവീടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. അതാണ്, അവന്മാരാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. ഇവിടെ വണ്ടി ഓഫാക്കി കഴിഞ്ഞാൽ വണ്ടിയുടെ സൗണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സൈലൻസ് ആയിരിക്കും. റബ്ബർ തോട്ടത്തിന് നടുവിലെ ക്ഷേത്രം കാണാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഇത് കുറേ ദൂരം ഞാനിങ്ങനെ വന്നിട്ടും ഒരു തീരുമാനമാകുന്നില്ലല്ലോ. നല്ല ദൂരം ഉണ്ടെന്നാ അതുകൊണ്ട്. ഇവിടെ അങ്ങ് യാതൊരുവിധ ലക്ഷണങ്ങളും ഇല്ല ഇവിടെ അമ്പലം ഉള്ളതായിട്ട്. അങ്ങ് പോകണമെന്ന് തോന്നും. അങ്ങ് ദൂരെ ഒരു പരുന്ന് പറന്ന് നടക്കുന്നുണ്ടേ തോട്ടത്തിനകത്തൂടെ. നമുക്കെന്തായാലും തിരിച്ചു പോവാം. ഇവിടെ ഇനി അങ്ങോട്ട് ദൂരെ പോയെന്ന് പറഞ്ഞാൽ ഒരു അമ്പലമായിരിക്കും. പ്രത്യേകിച്ച് ഞാനടുത്ത് ഒത്തിരി ദൂരം ഇല്ലായിരിക്കും, അടുത്ത് തന്നെ ആയിരിക്കും കയറി പോകാൻ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോവാം. തിരിച്ച് ചെന്നിട്ട് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് വിട്ടു പോവാം. നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. അതായത് പ്രത്യേകിച്ച് എന്താ പറയുക, ആൾക്കാരുടെ തിരക്കുകളോ വണ്ടി തിരക്കുകളോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ പണി ചെയ്യുന്ന ആൾക്കാരെ മാത്രം ഇതിനകത്ത് എവിടെയൊക്കെ ആയിട്ട് ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. അല്ലാതെ വേറെ തിരക്കുകളൊന്നുമില്ല. ഇടയ്ക്ക് വല്ല ഓട്ടോയോ ഒക്കെ വന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അത് ഒരു തിരക്കുമില്ല. വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്, നല്ല രസമാണ് വണ്ടി ഇങ്ങനെ ഓടിച്ചിട്ട് പോകാം. പക്ഷേ റോഡ് ഇച്ചിരി മോശമാണ് കേട്ടോ. ഈ റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊടിയാൻ കാരണം ഈ റബ്ബറിനകത്തുനിന്ന് ഈ പള്ളി കണ്ടോ, എനിക്ക് അപ്പോൾ പള്ളിയൊക്കെ ഉണ്ട് ഇതിനകത്ത്. പള്ളിയുണ്ട്, അമ്പലമുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, ഇത്തരമുള്ള ആരാധനാലയങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. ആശുപത്രിയുണ്ട് ഇവിടെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ആശുപത്രികളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമുക്ക് അറിയത്തില്ലെന്നല്ലോ, നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സംഭവമേ അല്ല. ഭയങ്കര പരിപാടി ഇതിനകത്ത്, വേറൊരു ലോകമാണേ. റബ്ബർ എസ്റ്റേറ്റ്. ഇതിവിടെ ചെറിയൊരു കടയുണ്ട് കേട്ടോ. ഇവിടെ തന്നെ താമസിക്കുന്ന, ഇവിടെ തന്നെ ഉള്ള ആൾക്കാരാണ് തോന്നുന്നത്. ഇത് കണ്ടോ, പഴയ ബിൽഡിങ് കണ്ടോ. ഇവിടെയൊക്കെ പഴയ ഓഫീസും കാര്യങ്ങളൊക്കെ, ഇപ്പോഴും ഓഫീസാണെന്ന് തോന്നുന്നു, അടച്ചിട്ടേക്കുവാണ്. നോക്കി, പഴയ ഒരു വിൻറ്റേജ് ലുക്കില്ലേ ഇതിന്. നമുക്കിവിടെ താഴ്ത്തുനിന്ന് പോയി നോക്കാം. ഇവിടെ താഴ്ത്ത് പോകുന്നിടത്തേ നമ്മുടെ ഇതൊക്കെ ഉണ്ട്, അവരുടെ ഈ ഫാക്ടറിയും പാല് ശേഖരിച്ച് വെക്കുന്ന സ്ഥലങ്ങൾ ഇതുണ്ട്. അങ്ങോട്ട് നോക്കി, ഇതുണ്ടോ റബ്ബർ പാല് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങൾ, സ്റ്റോറും അതിൻ്റെ റബ്ബർ പാല് സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളും ഒക്കെയാണ് കേട്ടോ. അതിൻ്റെ ഇത് കണ്ടോ, വലിയ ടാങ്കി കണ്ടോ അവിടെ. ഭയങ്കര രസമാണ് കേട്ടോ. അത്യാവശ്യം കണ്ടുപോകാനുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. റബ്ബറൊക്കെ ഭയങ്കര രസമാണ്, റബ്ബറിൻ്റെ കൃഷി. ഇത്രയും ദൂരത്തിലൊന്നും നമ്മൾ റബ്ബർ തോട്ടം കണ്ടിട്ടുണ്ട്. നമ്മുടെ കോട്ടയത്തൊക്കെ ഇഷ്ടം പോലെ റബ്ബർ തോട്ടങ്ങളുണ്ട്. പക്ഷേ ഇത്രയും അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ കയറി ഇറങ്ങി ഇത്ര ദൂരത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുന്ന റബ്ബർ തോട്ടങ്ങളൊന്നുമില്ല. റബ്ബർ തോട്ടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് കോട്ടയത്ത്, ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ ഇഷ്ടം പോലെ റബ്ബർ തോട്ടങ്ങളുണ്ട്. പക്ഷേ ഇത് ഭയങ്കര 2600-2200 ഏക്കറാണ്. അങ്ങ് വ്യാപിച്ചിരി കിടക്കുക അവിടെ. നോക്കിയേ, വഴിക്ക് കിടക്കുക. 2 ദിവസമായിട്ട് ഭയങ്കര മഴയല്ലായിരുന്നോ? ഭയങ്കര മഴ പെയ്തിട്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലാണ്. അപ്പം വെയിൽ കൊള്ളാൻ വേണ്ടി കിടക്കുക. ഒറ്റയടിക്കാൻ വരുന്നെങ്കിൽ അതിൻ്റെ മുണ്ടാൻ കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ പോട്ടെ. ഇത് കേട്ടോ, ക്യാൻറ്റീനാണേ. നോക്കി, പഴയ ബിൽഡിങ്, അവിടെ ക്യാൻറ്റീനൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെയാണ്. ഇതുണ്ട് ഗ്രൗണ്ടൊക്കെ. ഇവിടെ തന്നെ താമസിച്ച് ഇവിടെ തന്നെ പണിയുന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ സ്കൂളുണ്ട്, അതുപോലെ തന്നെ ആശുപത്രികളുണ്ട്, റേഷൻ കട. ഇതുണ്ടോ, ഇതൊക്കെ സ്കൂളോ അങ്ങനെ എന്തോ ആശുപത്രികളോ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഒരു വിൻറ്റേജ് ലുക്കില്ലേ, ഒരു ബ്രിട്ടീഷ് കാലത്തെ ഒരു ലുക്കൊക്കെ ഇല്ലേ അതിന്. ഇത് കണ്ടോ, പൊതുവിതരണ കേന്ദ്രം, അതായത് റേഷൻ കട കേട്ടോ. ഞാൻ പറഞ്ഞില്ല, റേഷൻ കടകളൊക്കെ ഇടാത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്നാ സൈലൻസ് ആണെന്ന് നോക്കി. ഞാൻ മാത്രമേ ഉള്ളൂ കേസ്. എന്നെ ഇവിടുന്ന് ആരെങ്കിലും ഇറക്കി വിടുമെന്ന് അറിയത്തില്ല. ഇവിടെ മറ്റേ സെക്യൂരിറ്റിയോ വാച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ
എന്നെ അടുക്കുവാടാ, നീ ഇറങ്ങി പോടാ, നീ വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ അതാണ് സംഭവം. നോക്കി പൊളിയല്ലേ, നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. പ്രത്യേകമായിട്ടുള്ളൊരു വൈബാണ്. നമുക്ക് മുന്നോട്ട് പോവാവേ. അവിടെ ഒരു പഴയ ഫാക്ടറിയൊക്കെ ഉണ്ട്. സൈലൻസ് കണ്ടോ ഇവിടുത്തെ. ചീവീട് മാത്രമേ ഉള്ളതേ. ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു ഫാക്ടറിയൊക്കെ കത്തിപ്പോയൊരു ഫാക്ടറി ഉണ്ട്. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പം ഇവിടെ തന്നെ ഒരു ഫാക്ടറിയൊക്കെ പണ്ട് കത്തി വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായി കരിഞ്ഞ് എല്ലാം നശിച്ചൊരു ഫാക്ടറി ഉണ്ട് അവിടെ. അത് കാണാം. ഇത് കണ്ടോ, ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രത്യേക സ്റ്റൈലില്ലേ, നമ്മൾ വേറൊരു സ്ഥലത്തൊക്കെ ചെന്ന പോലെ തോന്നില്ലേ. ഇതുണ്ടോ പഴയ ബ്രിട്ടീഷ് ടൈപ്പ് ബംഗ്ലാവും കാര്യങ്ങളും ഒക്കെ. ഇതുണ്ടോ കെട്ടിടങ്ങളൊക്കെ നോക്കി, പഴയ അന്ധകാലത്തെ ബിൽഡിങ്ങുകളൊക്കെയാണ്. പൊളിഞ്ഞ് കിടക്കുക കേട്ടോ. പശുക്കളൊക്കെ അതിനകത്തൂടെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. ഇവിടുത്തെ ലയങ്ങളിലെ പശുക്കളാണേ. നോക്കി റബ്ബർ തോട്ടങ്ങളുടെ ഭംഗിയുണ്ടോ. ഇവിടെ ആ റബ്ബർ തോട്ടത്തിനകത്ത് കുറേ അമ്മച്ചിമാർ ചേച്ചിമാരും ഒക്കെ ഇത് പണിയാൻ ആൾക്കാരിപ്പുണ്ട് കേട്ടോ. അവരെന്നെ രൂക്ഷമായിട്ട് നോക്കുന്നു. ഇങ്ങോട്ട് നോക്കി, റൈറ്റ് സൈഡിലോട്ട് നോക്കി, പഴയ കെട്ടിടങ്ങൾ കണ്ടോ. നോക്കി, എനിക്ക് തോന്നുന്നത് സ്കൂളോ അല്ലെങ്കിൽ ആശുപത്രി എല്ലയോ ഒക്കെ ആയിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, പണ്ടത്തെ കാലത്തെ ബിൽഡിംഗ് ആണേ. ഭയങ്കര ഭംഗിയില്ലേ. നോക്കി നിങ്ങൾ അതിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ നോക്കി. ചെയ്യണ്ടേ പറഞ്ഞോ. ഇതെല്ലാം ആളൊഴിഞ്ഞ് കിടക്കും, എല്ലാം കാട് കയറി കിടക്കുക. ഇവിടുത്തെ പണ്ട് കാലത്തെ കാര്യങ്ങളും ഓഫീസുകളും കെട്ടിടങ്ങളും അവരുടെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ കെട്ടിടങ്ങളൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ കണ്ടോ, ഈ നേരെ ആ കാണുന്നതാണ് ഇവിടുത്തെ നശിച്ചു പോയ ഫാക്ടറി കേട്ടോ. ഇവിടെ തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനകത്ത് ഇപ്പോഴും ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ചിലപ്പം ഉണ്ടായിരിക്കണം. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇതിലെ കൂടെ വന്ന് കണ്ടു പോകാനേ പറ്റുള്ളൂ. ഇത് നോക്കി കണ്ടോ, അവിടെ തകർന്ന് കിടക്കുന്നുണ്ട് അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടോ ഫാക്ടറിയുടെ. അപ്പുറത്ത് വേറൊരു ബിൽഡിങ് കാണാം കേട്ടോ. അവിടെയൊക്കെ ഇപ്പം ഇതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാക്ടറിയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ നിന്ന് ഒത്തിരി നേരം ഇന്ന് കഥ പറയാനൊക്കത്തില്ല. ഇറക്കി വിടും മിക്കവാറും. ഇതുണ്ട്, ഒരു മനുഷ്യന്മാർ പോലും ഇല്ല കേട്ടോ ഇവിടെ. എനിക്ക് ഇതുപോലെ ഭയങ്കര ഏകാന്തത ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നത്, ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇതുണ്ട്, എനിക്ക് ഒറ്റയ്ക്കൊക്കെ ആരും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നോക്കി പഴയ ഫാക്ടറി കണ്ടോ, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ്. ഇവിടെ പണ്ട് ഭയങ്കര തീപിടുത്തം ഉണ്ടായതാണ് പറയുന്നത്. അങ്ങനെ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ടത്. അങ്ങനെ തീ പിടിച്ച് പകുതി മുക്കാൽ റബ്ബറല്ലേ, റബ്ബറിനകത്ത് തീ കയറി പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, കിടത്താനൊക്കത്തില്ല. വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാലും കിടത്തില്ല ഈ സാധനം, നിന്ന് കത്തും. അങ്ങനെ കത്തി നശിച്ചു പോയതാണെന്നാണ് പറയപ്പെടുന്നതല്ല, കത്തി നശിച്ചു പോയതാണ് സംഭവം. അപ്പോൾ അതിനകത്ത് വേറെ ഫാക്ടറി ഉണ്ടോയെന്നും അറിയത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും തിരിച്ച് വീട്ടിലല്ല തിരിച്ച് പുറകോട്ട് പോകാം. അങ്ങോട്ട് പോയാൽ കുറച്ച് കാഴ്ചകളൊക്കെ അവിടെ വേറെ ഉണ്ട്. അപ്പം നമുക്ക് വിട്ടു പോവാം. ഓക്കെ, നമ്മളിത് ഇപ്പോൾ അവിടെ നിന്നാണ് വന്നിറങ്ങി താഴോട്ട് പോയാട്ടോ. ഈ ഭാഗത്ത് എവിടെയാണ് നമ്മുടെ ജോജി സിനിമയ്ക്കകത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് എവിടെയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഈ ജോജി സിനിമ ഷൂട്ട് ചെയ്തേക്കുന്ന ആ വീടും ആ ലൊക്കേഷനും ആ കൈതത്തോട്ടങ്ങളും ഒക്കെ ഇതിൻ്റെ ഏതോ ഭാഗങ്ങളൊക്കെയാണ്. അത് കൃത്യമായിട്ട് അറിയത്തില്ല, ആരോട് ചോദിക്കണം തന്നെ ആരും ഇല്ല ഈ ഏരിയ. അപ്പോൾ ഇവിടെ നേരെ മുന്നോട്ട് പോകുന്നിടത്ത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമോ, അതായത് ഒരു അമ്പലത്തിനകത്തൂടെ വെള്ളം ഒഴുകുന്ന ഒരു വെള്ളച്ചാട്ടം നിൽക്കുകയോ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്യാവശ്യം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ അത് ഭയങ്കര വൈറലാണ് സംഭവം. അപ്പോൾ അത് ഇവിടുന്ന് നേരെ ചെല്ലുന്നിടത്താണ് കേട്ടോ. അതും കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാവേ. അത് ഈ പറഞ്ഞ പോലെ വലിയ കാഴ്ചകളൊന്നുമില്ല ഇവിടെ, വലിയ ഈ റബ്ബർ തോട്ടങ്ങളേ ഉള്ളൂ ഇതിനകത്ത് വന്നാൽ കേട്ടോ. അധികം പ്രതീക്ഷിച്ചൊന്നും നിങ്ങളിങ്ങോട്ട് വരരുത്, ഈ കാഴ്ചകളൊക്കെ ഉള്ളൂ ഇവിടെ. ഈ ഭാഗത്ത് ഇതിൻ്റെ ഏതോ ഒരു ഭാഗത്താണ് നമ്മുടെ ശബരിമല എയർപോർട്ടൊക്കെ വരുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെന്തോ കാര്യങ്ങളൊക്കെ ആയിട്ട് തടസ്സമായിട്ട് നിൽക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. അപ്പോൾ ശബരിമലയിലോട്ട് വരുന്ന ആളുകൾക്കും എല്ലാവർക്കും, ഈ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലൊക്കെ പെടുന്ന ആളുകൾക്കൊക്കെ
ഒരു എയർപോർട്ട് എന്നുള്ള സ്വപ്നം ഉടനെ സാക്ഷാത്കരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെ വന്നാൽ എളുപ്പമുണ്ട് നമുക്ക് എയർപോർട്ടിനൊക്കെ വരാനും പോകാനും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ ഏതോ ഭാഗത്താണ് ആ എയർപോർട്ട് വരാനായിട്ടിരിക്കുന്നത്. നോക്കിയേ, ഫുള്ള് തേയില ഇതുണ്ടോ, ആ സാധനത്തിൻ്റെ പേര് എപ്പോഴും മറന്നു. കൈതത്തോട്ടമാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ അമ്പലം കേട്ടോ. താഴെയാണ് വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. ഭയങ്കര വൈറലായിട്ടൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെങ്ങാനും ഒതുക്കി വെച്ചിട്ട് നമുക്ക് നോക്കി താഴോട്ട് നോക്കി. അതിൻ്റെ അവിടെ എല്ലാം അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. നമുക്ക് ഈ വണ്ടി ഇവിടെങ്ങാനും ഒതുക്കി വെച്ചിട്ട് നമുക്ക് താഴോട്ട് പോകാം. നല്ല വെയിലാണ് കേട്ടോ. ഇന്ന് വെയിലൊന്നും ഉണ്ടാകത്തില്ലെന്ന് കരുതി ഇറങ്ങിയതാണ് വീട്ടിൽ. നല്ല വെയിലാണ്. അങ്ങോട്ട് നോക്കിയതേ, നല്ല കൈതച്ചക്ക കൃഷിയുണ്ടോ, കൈതക്കൃഷിയുണ്ടോ നോക്കി. അടിപൊളിയല്ലേ. ഒരു ഡ്രോണിനാണ് അടിപൊളിയായി. നല്ലപോലെ ഒരു വിഷ്വൽ കിട്ടിയാണ്. അപ്പോൾ എന്തായാലും നല്ല വെയിലാണ്. 2-3 ദിവസം നല്ല തകർത്ത് മഴ പെയ്തിട്ട് പിന്നെ 2 ദിവസമായിട്ട് ഭയങ്കര വെയിലാണ്. ഇപ്പം നല്ല ചൂടാണ് ഇപ്പം. അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ടിറങ്ങി പോയി നോക്കാവേ. പഞ്ചതീർത്ഥ പരാശക്തി ദേവസ്ഥാനം എരുമേലി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നോക്കി, അത് അമ്പലമാണ് ആ കാണുന്ന ഭാഗത്തൊക്കെ കേട്ടോ. ആ ഭാഗത്തൊക്കെ കാണുന്ന അമ്പലം, അങ്ങ് താഴെ ആ കാണുന്നതൊക്കെ അമ്പലമാണേ. CCTV ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർ മര്യാദയ്ക്ക് വന്ന് പോകണം കേട്ടോ. നോക്കി, അതുകൊണ്ട് അവിടുന്ന് മുകളിലോട്ട് കയറിയൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലോട്ട് കയറിയിട്ടിങ്ങനെ അങ്ങോട്ടേക്ക് നമ്മളിത് ഇങ്ങനെ ഇതിലേക്കൂടെ ഇങ്ങനെ വട്ടം കറങ്ങി അതിലൊരു പാലമുണ്ട്, അതിലേക്ക് കയറി ഇങ്ങോട്ട് വരാം. അപ്പോൾ എന്തായാലും കൊള്ളാം, അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് സ്ഥലം? നോക്കട്ടെ, താഴെ കൂടെ ഇറങ്ങി അപ്പുറത്ത് വരാൻ പറ്റുമോ നോക്കട്ടെ. അവിടെ വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ അവസാനം സമ്മതിക്കത്തില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ അമ്പലത്തിൻ്റെ താഴ്ഭാഗത്ത്. ഞാൻ താഴെ ഇറങ്ങി ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ നമ്മളവിടെ കയറി ഫോട്ടോയും വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അവിടെ അത്രയും കാഴ്ചകൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. അങ്ങ് അകത്തോട്ട് കയറുന്നിടത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അവിടെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കൊണ്ട് നിർത്തി തിരിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ കാഴ്ചകൾ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടിപൊളി വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം റബ്ബർ തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാഞ്ഞത് കൊണ്ട് തന്നെ എന്നാ പറയുന്നത്, പ്രത്യേകിച്ചൊരു പുതുമയോ അല്ലെങ്കിൽ ഒരു വെറൈറ്റി കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനൊരു സ്ഥലത്തെപ്പറ്റി അറിയത്തില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയും ഈ റബ്ബർ എസ്റ്റേറ്റും അതുപോലെ തന്നെ ശബരിമല എയർപോർട്ടൊക്കെ വരാനിരിക്കുന്ന സ്ഥലങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്.